നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രസകരമായ എന്നാൽ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്. മിക്ചുറേഷൻ സിങ്കോപ്പ്. താൽക്കാലികമായി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ട് ബോധം പോകുന്നതാണല്ലോ സിങ്കോപ്പ്. ഇത് ചില സാഹചര്യങ്ങളിലുണ്ടാകാം. അതിനെയാണ് സിറ്റുവേഷണൽ സിങ്കോപ്പ് എന്ന് പറയുന്നത്. ആ തരം ഒരു സിങ്കോപ്പാണ് മിക്ചുറേഷൻ സിങ്കോപ്പ്. മൂത്രം ഒഴിക്കാനായിട്ട് പോയി മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴിച്ചു കഴിഞ്ഞ് ഉടനെയുള്ള സമയത്ത് ബോധം പോവുക. ആരിലാണ് ഇത് കൂടുതലായി കാണാറുള്ളത്? പ്രധാനമായും ഇത് പുരുഷന്മാരിലാണ് ഉണ്ടാവുന്നത്. അപൂർവമായ സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട്. കൂടുതലും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. പുരുഷന്മാരിൽ മൂത്രതടസ്സത്തിലേക്ക് വഴിവെക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, അതിനാണ് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഈ രോഗാവസ്ഥയുള്ളവരിൽ മിക്ചുറേഷൻ സിങ്കോപ്പ് കൂടുതലായി കാണാറുണ്ട്. ദിവസത്തിൻ്റെ ഏത് സമയത്താണ് ഈ മിക്ചുറേഷൻ സിങ്കോപ്പ് കൂടുതൽ കാണപ്പെടാറുള്ളത്? മിക്കപ്പോഴും രാത്രി സമയത്ത്. ഒന്നുകിൽ രാത്രി കുറച്ച് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കം തെളിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ ആ സമയത്ത് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ ഉടനെ ബോധം കേട് വരിക. ബോധം കെടാൻ പോകുന്നു എന്ന സൂചന രോഗികൾക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. കണ്ണിലേക്ക് ഇരുട്ട് കയറുക, വേർക്കാൻ തുടങ്ങുക, ശരീരം തളരുന്നത് പോലെ തോന്നുക, ചെവിയിൽ മൂളൽ പോലെയോ മുഴക്കം പോലെയോ ഉണ്ടാവുക. ഇങ്ങനെയുള്ള പ്രീ സിങ്കോപ്പ് എന്ന അവസ്ഥയ്ക്ക് ശേഷമാണ് മിക്കപ്പോഴും ഇവർക്ക് ബോധം നഷ്ടപ്പെടുക. എന്തുകൊണ്ടാണ് ഈ മിക്ചുറേഷൻ സിങ്കോപ്പ് ഉണ്ടാകുന്നത്? മിക്ചുറേഷൻ സിങ്കോപ്പ് ഒരു തരം വാസോവേഗൽ സിങ്കോപ്പ് തന്നെയാണ്. രാത്രിയിൽ കിടന്നുറങ്ങുന്ന രോഗിക്ക് ശരീരത്തിൽ ജലാംശം കുറയും. ഒത്തിരി നേരം കിടന്നതിന് ശേഷം എണീക്കുമ്പോൾ പ്രഷർ കുറച്ച് താഴ്ന്നു നിന്നേക്കാം. പിന്നെ അടുത്തത്, മൂത്രം ഒഴിക്കാൻ തുടങ്ങുമ്പോൾ ശരീരത്തിലെ വേഗസ് നെർവ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആവുകയും ആ സമയത്ത് ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ശരീരത്തിലെ ജലാംശം കുറയുക, പ്രഷർ താഴ്ന്നു നിൽക്കുക, വേഗസ് നെർവിൻ്റെ പ്രവർത്തനത്താൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറയുക. ഇതെല്ലാമാണ് മിക്ചുറേഷൻ സിങ്കോപ്പിലേക്ക് വഴിവെക്കുന്നത്. ചില മരുന്നുകൾ മിക്ചുറേഷൻ സിങ്കോപ്പ് ഉണ്ടാക്കാനുള്ള അപകട സാധ്യത കൂട്ടും. പ്രഷറിന് ഉപയോഗിക്കുന്ന ഡയൂററ്റിക്സ് എന്ന് പറയുന്ന തരം മരുന്നുകൾ, പ്രോസ്റ്റേറ്റിൻ്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ടാംസുലോസിൻ, ഇങ്ങനെയുള്ള മരുന്നുകളാണ് അവ. എങ്ങനെയാണ് മിക്ചുറേഷൻ സിങ്കോപ്പ് ഉണ്ടാകുന്നതിനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുക? ഇതുണ്ടാകുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ആൾക്കാർ, ഇരുന്നു കൊണ്ട് മൂത്രം ഒഴിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. അസ്വസ്ഥത അവർക്കത് അനുഭവപ്പെടുന്നുവെന്ന് വെക്കുക, ബോധക്കേടിലേക്ക് വഴി വെച്ചേക്കുമെന്ന്. ഉടനെ എവിടെയാണെങ്കിലും അവിടെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തേക്കും. പോസ്ചറൽ കൗണ്ടർ മെഷേഴ്സ് ഒരു പരിധിവരെ സഹായിക്കും. കൈ ഇറുക്കി പിടിക്കുക, വയറുള്ളിലേക്ക് വലിക്കുക, വിരലിൽ കുത്തി പൊങ്ങി നിൽക്കാൻ ശ്രമിക്കുക, നിലത്തേക്ക് ഇരിക്കുക, തല കുനിച്ച് കാലിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇതെല്ലാം കൗണ്ടർ മെഷേഴ്സായി ഉപയോഗിക്കാം. പിന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഒന്ന്, കിടക്കാൻ പോകുന്നതിന് മുമ്പേ നല്ലപോലെ മൂത്രം ഒഴിച്ചതിന് ശേഷം പോവുക. കിടക്കാൻ പോകുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് വെള്ളം അധികം കുടിക്കാതിരിക്കുക. പിന്നെ മദ്യം ഉപയോഗിക്കാൻ പാടില്ല. ഈ മിക്ചുറേഷൻ സിങ്കോപ്പ് ഉള്ള ആൾക്കാർ വൈകുന്നേരം സമയങ്ങളിൽ മദ്യം ഉപയോഗിച്ചാൽ അവർക്ക് ഹാർട്ട് ബീറ്റൊക്കെ കുറയാനും ഒക്കെയുള്ള റിസ്ക് കൂടുതലാണ്. വീണ്ടും വീണ്ടും മിക്ചുറേഷൻ സിങ്കോപ്പ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റു ചില പരിശോധനകൾ നടത്തണം. രക്തത്തിൻ്റെ ഹീമോഗ്ലോബിനും സോഡിയവും ഒക്കെ നോർമലാണെന്നും, ECGയിൽ ഹാർട്ട് റേറ്റ് കുറവോ ഹാർട്ട് ബ്ലോക്കോ ഒന്നും ഇല്ല എന്നും, ഹാർട്ടിൻ്റെ പമ്പിങ് നോർമലാണ് എന്നും, ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് തടസ്സമൊന്നുമില്ല എന്നും. സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുകയും ജാഗരൂകരായിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ മിക്ചുറേഷൻ സിങ്കോപ്പിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും. നന്ദി.